ബദറിൽ നമ്മളെ വരവേൽക്കാൻ കുറേയേറെ നാവുകളുണ്ട്. അവക്കൊക്കെ ഹൃദയങ്ങളും പറയാൻ കഥകളുമുണ്ട്. ബദർ ഒരൊറ്റ കഥയോ ഒറ്റ ആശയമോ അല്ല, പകരം അനേകം ധർമ്മയുദ്ധങ്ങളുടെ മാതാവാണ്. ബദറിൻ്റെ ഗർഭത്തിൽ നിന്നാണ് ദമസ്കസും ബഗ്ദാദും അന്തലൂസും കൈറുവാനും ദഹ്ലവിയും ഉയർക്കൊണ്ടത്. ജനപദങ്ങൾ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും കവിതകൾ രചിച്ചത്, വിപ്ലവഗീതങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പുകളുടെയും ഇന്ധനമായ രക്തം ഈ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തതാണ്. നാടും നഗരവും സമ്പുഷ്ടിയായതും സമാധാനത്തിന് തലക്കെട്ടുണ്ടായതും ഇവിടുത്തെ മണ്ണിടങ്ങൾ മാലാകമാരെ സ്വീകരിച്ചിടത്തു നിന്നാണ്. ഇവിടുത്തെ ചക്രവാളങ്ങൾ കഥകൾ പറയാറുണ്ട്, ആ ദിനത്തെപ്പറ്റി പറയാറുണ്ട്. എന്തൊരു ദിനമായിരുന്നു അത്! 1400 വർഷം മുമ്പക്കത്തെ റമളാൻ 17 ചിറകിന് കഴുകന്റെ ചേലുണ്ടായിരുന്നു. അബൂജാഹിൽ എന്ന കടൽക്കിഴവന്റെ ശവശരീരം കൊത്തിവലിച്ച കഴുകന്റെ ചേല്. ഉമയ്യത്തിന്റെ രക്തം കൊണ്ട് ബിലാലിന്റെ വേദനയെ കഴുകിക്കളഞ്ഞ നീതിയുടെ സീൽക്കാരമുണ്ടായിരുന്നു. പ്രണയമുണ്ടായിരുന്നു, ആരും കൊതിച്ചു പോകുന്ന പ്രണയം. പ്രണയത്തിന്റെ ദിനം രക്തത്തിൽ ചാലിച്ചാൽ ബദറിനേക്കാൾ സുന്ദരിയായ ഒരുവളെ കിഴക്കും പടിഞ്ഞാറും കാണാനൊക്കില്ല. പിന്നെന്തൊക്കെ ബദറിന് പറയാനുണ്ട്? കാലത്തോട് ബദർ സംസാരിക്കുന്നു. കാലമേ, മുഹമ്മദിന്റെ സമുദായമേ, നിങ്ങൾ എനിക്ക് അപരിചിതരാണ്. ഞാൻ കണ്ട സംഘത്തിൽ നിന്ന് എത്രയോ വിദൂരമാണ് നിങ്ങൾ. അവരെ നിങ്ങൾ ഓർക്കുന്നു, പക്ഷേ നിങ്ങൾ അവരാവുന്നില്ല. അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അബൂബക്കർ, ഉമർ, അലി, ബിലാൽ, സുബൈർ, അങ്ങനെ എത്രയോ പേർ. നജ്ജാർ കുടുംബത്തിലെ ഔഫും മുവഹിദും എൻ്റെ മാറത്ത് കൊതിയോടണഞ്ഞവരാണ്. ഇതിനൊക്കെ പുറമെ 2 കടലുകൾ കൂടിച്ചേർന്നിടത്തെ പ്രവാചകൻ അവരുടെ അമീറായിരുന്നു. ഹിളുറും മൂസയും ഒരൊട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് പോലത്തെ ആ കാഴ്ചയും, കടലുകൾക്ക് കാണാൻ കഴിയാത്തത്. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം അവരല്ല നിങ്ങളെന്ന്. അങ്ങനെ പല കഥകൾ, കവിതകൾ, ഇതിഹാസങ്ങൾ പല നാവുകളിലായി, ആ നാവുകളിൽ നിന്ന് പല ദേശങ്ങളിലായി ബദറിലൂടെ പാറിപ്പറക്കുന്നു. തവസ്സലു ബിഹിം ഫസ്അലുല്ലാഹു സുബ്ഹാനഹു വതആല ബിനബിയിനാ വസയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറിൻ വഉമറിൻ വഉസ്മാന വഅലി വത്വൽഹ വസുബൈർ വഅബ്ദുറഹ്മാൻ വസഅദ് വസഈദ് വഅബീ ഉബൈദത والأخنس والأرقم وأنسة وإياس وأنيس وباليسر وأبي مسعود رضي الله عنهم عليهم سلام والهدايا وبهجة ولا آمدام الشمس تجري وتطلع. സൂര്യോദയാസ്തമയങ്ങളുടെ പരിധികൾ ഭേദിച്ച് അവരിൽ സന്തോഷവും സമാധാനവും ഉന്നതമായ ഉപഹാരങ്ങളും ഭവിക്കട്ടെ.